Can you hear me? Hello? Okay. Good morning. Thank you so much for joining today's meditation and morning class. ഇന്നത്തെ മോർണിംഗ് ക്ലാസ് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, എല്ലാ ഗ്രൂപ്പിലും ഒന്ന് ഷെയർ ചെയ്യണം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ കൊച്ചി പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഏകദേശം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പാർട്ടിസിപ്പേഷൻ സംഭവിച്ചു. അതേപോലെ തന്നെ ഒരുപാട് പേര് വരികയും പല തവണകളായിട്ട് നമുക്ക് ആ പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഹീലിംഗ് കറക്റ്റ് ആയിട്ട് നടത്താൻ നമുക്ക് പറ്റും. അപ്പം കൊച്ചി പ്രോഗ്രാമിൽ എത്തിയവർ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ മോർണിംഗ് സെഷനിൽ പങ്കെടുക്കുന്നത്? ഇസ് ദർ എനിബഡി? ആരെങ്കിലും നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇസ് ദർ എനിബഡി? ഓക്കെ. അനിത മാം ഇസ് ഹിയർ, ഐ നോ. ബാക്കിയുള്ള മറ്റുള്ള ഓരോ ആൾക്കാരും ഇതേപോലെ ഒരുപാട് പേരുണ്ട്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം? അതിനെ കുറിച്ചിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എനിവേ അടുത്ത പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാം. മറ്റൊരു കാര്യമുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ 20-ാം തീയതി നമ്മുടെ ബാച്ച് നടക്കുന്നുണ്ട്, പ്രോഗ്രാം നടക്കുന്നുണ്ട്. സോ നെവർ ഫൊർഗെറ്റ്. 2 ദിവസം നമ്മളുടെ മോർണിംഗ് ക്ലാസ് ഉണ്ടായിരുന്നില്ല. സോ ഒന്ന് കൊച്ചി പ്രോഗ്രാം കഴിഞ്ഞതിന്റെ ഒരു എന്താ പറയുക തിരക്കുകളായിരുന്നു. അത് കഴിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇന്നലെ നമുക്ക് കുറച്ച് തിരക്കിലേക്ക് പോകേണ്ടി വന്നു. അതേപോലെ തന്നെ അത് കൊച്ചി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയും നമുക്ക് ക്ലാസ് എടുക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് യെസ് പറഞ്ഞോളൂ. എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് അവസ്ഥ? അനിത മാം പറഞ്ഞോളൂ. സാർ ആദ്യമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു സാറിനോട്. താങ്ക് യു, പറഞ്ഞോളൂ. അതന്നെ, ആ ഹാൾ അറേഞ്ച് ചെയ്തതിന്, ഫുഡ് അറേഞ്ച് ചെയ്തതിന്, ടീ ബ്രേക്ക്, അതെല്ലാം വളരെ നന്നായിരുന്നു. ഓരോ വ്യക്തികൾക്കും, അതിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ഓരോ വ്യക്തികൾക്കും എന്റെ മനസ്സറിഞ്ഞ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഒരിക്കലും ഞാൻ ആ പ്രോഗ്രാം പങ്കെടുക്കുന്ന വിചാരിച്ചല്ല. ഞാൻ മോൾക്ക് വേണ്ടിയാ വന്നത്. മോളും അവിടെ എത്തുന്ന ഞാൻ വിചാരിച്ചിരുന്നില്ല. ഞാൻ അഫർമേഷൻ എഴുതിയിരുന്നു. അതിന്റെ ഇതായിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ വന്നു. മോള് പകർന്നു കഴിഞ്ഞത് അവൾക്ക് അവിടെ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സാറ് കണ്ടിരിക്കുമല്ലോ, അവള് പോകണം എന്നുള്ള ഒരു മെന്റാലിറ്റി. പിന്നെ അത് കഴിയുന്ന ഒരാൾ അവിടെ ഇരുന്നു. അത് തന്നെ ഏറ്റവും വലിയ ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പൊ മോർണിംഗ് സെഷൻ എണീറ്റിട്ടില്ല, ഉറക്കത്തിലാണ്. പക്ഷെ എനിക്ക് 100% ഉറപ്പുണ്ട് അവൾ റിക്കവറി ആയി വരുന്നുള്ളത്. സാറിന്റെ ഒരു ഹെൽപ്പും സാറിന്റെ ഒരു പ്രാർത്ഥനയും വേണമെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ആ സെഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമേസിംഗ് ആയിരുന്നു. ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമ്മളത് അനുഭവിച്ച് തന്നെ അറിയണം. അതിൽ വന്ന് എത്രത്തോളം ഹാപ്പി കിട്ടിയെന്ന് അവിടെ അനുഭവിച്ചപ്പോ തന്നെ നമുക്ക് അറിഞ്ഞത്. കാരണം ഞാൻ മോളിലേക്ക് വേണ്ടി വന്നത്, പക്ഷെ അവിടെ എത്തിയപ്പോ എനിക്കും കൂടി അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ ഗ്രാറ്റിറ്റ്യൂഡ്. ഏറ്റവും നന്നായിട്ട്, അതായത് ഇത്രയും നന്നായിട്ട് നമ്മുടെ മൈൻഡ് ശരിക്കും ഒരു തൂവല് പോലെ ആയി മാറി. അവിടെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ 11 മണിയൊക്കെ ആയി. എങ്കിലും പിറ്റേ ദിവസം എനിക്ക് കാലത്ത് മോർണിംഗ് ക്ലാസ് ഇന്നലത്തെ മോർണിംഗ് മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് എനിക്ക് ക്ഷീണമൊന്നും തോന്നിയില്ല. പൊതുവെ യാത്ര ചെയ്ത് കാലിൽ എനിക്കൊരു കംപ്ലൈന്റ് ഉള്ള ഒരു വ്യക്തിയാണ്. കാരണം കാല് സ്റ്റീൽ ഇട്ടിട്ടുണ്ട്, 2 ഭാഗത്ത് സ്റ്റീലുള്ള ഒരു വ്യക്തി. എനിക്ക് നടക്കുമ്പോഴൊക്കെ പെയിനും നീരൊക്കെ വരാറുണ്ട്. പക്ഷെ ബസ്സിലിരുന്ന് വരുമ്പോ എനിക്ക് കുറച്ച് നീരൊക്കെ പോലെ തോന്നി, കാലൊരു വേദനയൊക്കെ പോയി. പക്ഷെ എനിക്ക് പിന്നെ ഇന്നലെ ഒരു പ്രശ്നം എന്റെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഓൾവേസ് ഹാപ്പി. താങ്ക് യു മാം ഫോർ ഷെയറിങ് യുവർ എക്സ്പീരിയൻസ്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കിടക്കാം. ഓക്കെ. കഴിഞ്ഞ ദിവസം ആരെങ്കിലും ഉണ്ടോ? ഇസ് ദർ എനിബഡി ഹു വുഡ് ലവ് ടു ഷെയർ ദ എക്സ്പീരിയൻസ്? ഓർ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷനിലേക്ക് അയാളെ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇമോഷൻസിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്, അല്ലെ? അപ്പൊ ഇമോഷൻസിനെ കുറിച്ച് സംസാരിച്ചു, അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ സംസാരിച്ചു. ഇന്ന് നമ്മൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത്? ഓക്കെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്
ദ പവർ ഓഫ് ബിലീഫ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഓക്കെ, പവർ ഓഫ് ബിലീഫ്, വിശ്വാസത്തിന്റെ ശക്തി. വിശ്വാസത്തിന്റെ ശക്തി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള നമ്മളുടെ ബിലീഫ് എന്താണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട്. പവർ ഓഫ് ബിലീഫ് എന്ന് പറയുന്നത്, ഇഫ് യു ബിലീവ് യു ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് മാറാൻ സാധിക്കും എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറാൻ സാധിക്കും. നമ്മൾ അധികം ആൾക്കാരുടെയും പ്രോബ്ലം എന്താ വെച്ചാൽ വി ലൂസ് ഹോപ്പ്. പ്രതീക്ഷ നഷ്ടപ്പെടുക. പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ്. എന്ത്? എനിക്ക് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ? എനിക്ക് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ? എനിക്ക് എൻ്റെ ബിസിനസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ? എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ? ബിസിനസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ? എനിക്ക് മാറാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ഡൗട്ട് കൊണ്ട് നടക്കുന്ന ഒരവസ്ഥയാണ്. ബിലീഫ് എന്ന് പറയുന്നത് ഒരു വിശ്വാസമായിട്ട് നമ്മളുടെ ഉള്ളിൽ എന്ന് വെച്ചാൽ അതെന്തായിരിക്കണം? ഒരു ഫെയ്ത്ത് പോലെ നമ്മൾ കൊണ്ട് നടക്കണം. ഈ ബിലീഫ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം ഉണ്ടാവേണ്ടത് ഫെയ്ത്ത് ആണ്. എന്താണ് ഫെയ്ത്ത്? ഫെയ്ത്ത് എന്ന് പറയുന്നത് നമുക്കെന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് ട്രസ്റ്റ് ആണ്. നമ്മൾ വിശ്വസിക്കുക. നമ്മൾ കണ്ടിട്ട് വിശ്വസിക്കുന്നതല്ല, അനുഭവിച്ചിട്ട് വിശ്വസിക്കുന്നതല്ല. ബിലീഫ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമുക്കെന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ അനുഭവിച്ചിട്ട് അതിൽ നിന്നൊരു അർത്ഥം കൊടുത്ത്, മീനിങ് കൊടുത്ത് നമ്മൾ വിശ്വസിക്കുന്നു. രണ്ടാമത് പക്ഷെ അതിനു മുൻപ് നമ്മൾ എന്ത് വെച്ചാല് ഫെയ്ത്ത് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഉള്ളിൽ നമ്മൾ എന്താ വെച്ചാൽ ഒരു കംപ്ലീറ്റ് ട്രസ്റ്റ് ആണ്. വിശ്വസിക്കുക, എന്നെ കൊണ്ട് അത് സാധിക്കും. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്നറിയില്ല. നിങ്ങൾക്ക് പലതരത്തിലുള്ള ഭയം ഉണ്ടാകും. പലതരത്തിലുള്ള ഭയം. എനിക്ക് ആ ബിസിനസ് ചെയ്യാൻ സാധിക്കുമോ? എനിക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ? എനിക്ക് എൻ്റെ സ്വഭാവം നന്നാക്കാൻ സാധിക്കുമോ? എനിക്ക് നല്ല രീതിയിലേക്ക് ജോലി ചെയ്യാൻ സാധിക്കുമോ? പല രീതിയിലുള്ള സംഗതികളുണ്ട്. അപ്പൊ നമ്മളുടെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് വിശ്വസിക്കലല്ല ബിലീഫ്. എന്താണ്? അതിനു മുൻപേ നമുക്ക് എന്ത് ചെയ്യണം? വിശ്വസിക്കാൻ കഴിയണം. അപ്പൊ ഫെയ്ത്തിനെ നമുക്ക് പറയുന്നത് എന്ന് വെച്ചാൽ, ഫെയ്ത്തിന്റെ ഒരു ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എ കംപ്ലീറ്റ് ട്രസ്റ്റ് ഓർ കോൺഫിഡൻസ് ഇൻ സമ്മൺ ഓർ സംതിങ്. അതായത് ഒരു പൂർണ്ണമായ വിശ്വാസമാണ്, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസമാണ് ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരു സംഭവത്തിലോ ഒരു വസ്തുവിലോ നമുക്ക് എന്താ വെച്ചാല് ഉള്ളൊരു സംഗതിയാണെന്ന് വെച്ചാൽ എ കംപ്ലീറ്റ് ട്രസ്റ്റ്. എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ട്രസ്റ്റ്. നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ഫെയ്ത്ത് വേണം. ബിലീഫ്, ട്രസ്റ്റ് ഇൻ ലോ, അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീഫ് വേണം. അറിഞ്ഞിട്ടോ അനുഭവിച്ചിട്ടോ അല്ല നമുക്കത് എന്ത് ചെയ്യാം വരിക. സോ അവിടെയാണ് നമ്മുടെ ഹോപ്പ് ഉണ്ടാവുന്നത്. ഇപ്പൊ അധികം ആൾക്കാരുടെ പ്രോബ്ലം ഇന്നത്തെ മോഡേൺ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിൽ അധികം ആൾക്കാർക്ക് എന്താ വെച്ചാൽ എല്ലാം യുക്തിയോട് കൂടിയിട്ട് സമർപ്പിക്കും എന്നുള്ളത്. യുക്തിയുടെ കാര്യം എങ്ങനെ എന്നുള്ള കാര്യം അവിടെ മാറ്റി വെച്ചിട്ട് എന്നെ കൊണ്ട് സാധ്യമാണ്, എനിക്കത് സാധ്യമാക്കി എടുക്കാൻ പറ്റും എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസം. പതിയെ പതിയെ ഞാൻ അതിലേക്ക് എത്തും എന്നൊരു വിശ്വാസം. റെഡിയാക്കി എടുക്കും. പതിയെ പതിയെ വൺ ബൈ വൺ അതിലേക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് ചെറിയ സ്റ്റെപ്സുകൾ വെച്ച് പതിയെ അവിടേക്ക് ഞാൻ എത്തും എന്ന ഒരു ഫെയ്ത്ത് ഉണ്ടാവണം, ഒരു ഹോപ്പ് ഉണ്ടാവണം.
ഒരു ട്രസ്റ്റ് ഉണ്ടാവണം. അതുണ്ടാകുന്ന ആൾക്കാർക്കാണ് എന്തുണ്ടാകുന്നത്? ബിലീഫ് ഉണ്ടാകും. സോ ഇഫ് യു ബിലീവ് യു ആർ ഹാഫ് വേ ദേർ എന്ന് പറയും. നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പകുതി യാത്ര ചെയ്തു എന്നാണ്. നമ്മുടെ വിശ്വാസത്തിന് അത്രയ്ക്കും പവറുണ്ട്. നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പകുതി യാത്ര ചെയ്തു എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പകുതി യാത്ര ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ അസുഖങ്ങൾ മാറുന്നതിലാണെങ്കിലും ശരി, നമ്മൾ വിശ്വസിക്കുകയാണ്. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മൾക്ക് അസുഖം മാറാനുള്ള അധിക കാരണം അദ്ദേഹത്തിന്റെ മരുന്നിനെക്കാട്ടിലും ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ട്, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ അസുഖം മാറും എന്നൊരു വിശ്വാസത്തിലേക്ക് അത് നയിക്കുന്നു. സ്വന്തം ആ വിശ്വാസമാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യം. അത് മാറും, അസുഖങ്ങളാണെന്നുണ്ടെങ്കിൽ അത് മാറും എന്നുള്ള ഒരു ബിലീഫാണ്. പലപ്പോഴും ഒരു പഠനം വരെ നടന്നിട്ടുണ്ട്. ഒരു പഠനം വരെ നടന്നിട്ടുണ്ട്. എന്ത്? ഈ പറഞ്ഞിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്ന സംഗതി ഉള്ളത് കൊണ്ട് നമ്മളുടെ ലൈഫിൽ ഈ വിശ്വാസം എന്ന് പറയുന്ന സംഗതിയെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് വെറുതെ ജസ്റ്റ് പ്ലസീബോ എഫക്ട് എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു പരീക്ഷണം നടന്നതാണ്. പ്ലസീബോ എഫക്ട് എന്ന് പറയുന്ന പരീക്ഷണം എന്താ വെച്ചാൽ, മരുന്നാന്ന് പറഞ്ഞിട്ട് കുറച്ച് പേർക്ക് എന്താ വെച്ചാൽ വെറുതെ കുറച്ച് ഗുളികകൾ പോലുള്ള സാധനങ്ങൾ കൊടുത്തു. ഗുളികയല്ല, മരുന്നല്ല. പക്ഷെ ആൾക്കാർ അത് കഴിച്ചു. കഴിച്ചിട്ടുള്ള ആൾക്കാരുടെ അധികം ആൾക്കാരുടെയും അസുഖങ്ങൾ മാറി. ഈ അസുഖങ്ങൾ മാറാനുള്ള കാരണം എന്താണ്? പ്ലസീബോ എഫക്ട് എന്ന് പറയുന്ന എഫക്റ്റ് ആണ്. എന്താണ് പ്ലസീബോ എഫക്റ്റ്? നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് ആ വിശ്വസിക്കുന്ന കാര്യം എന്ത് ചെയ്യും? നമുക്കതുപോലെ അതായത് ശരീരത്തിന് സൈക്കോളജിക്കലി ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലസീബോ എന്ന് പറയുന്ന ഒരു സംഗതി അല്ലേ. അതിന് പ്രത്യേകിച്ച് എന്താ വെച്ചാല് എഫക്റ്റുകളൊന്നുമില്ല. അതായത് പ്രത്യേകിച്ച് മരുന്നോ സംഗതികളോ ആ ഒരു അത്തരത്തിലുള്ള മരുന്നുകളുണ്ട്. പ്ലസീബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിസിൻ ആയിട്ടാണ് പറയുന്നത്, ഒരു മരുന്നായിട്ട്. അതൊരു ഒരു 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 ട്രീറ്റ്മെന്റ് രീതിയാണ്. ആ ട്രീറ്റ്മെന്റിന് വിജയം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, വിശ്വാസം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ആ വിശ്വാസമാണ് പ്രധാനം. ഇഫ് യു ബിലീവ് യു ആർ ഹാഫ് വേ ദർ. നിങ്ങൾ പകുതിയോളം നിങ്ങൾക്ക് എന്താണ്? യാത്ര ചെയ്തതിന് തുല്യമാണ്. ബിലീഫ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ചസ് ഉണ്ട്. ബിലീഫ് ക്രിയേറ്റ്സ് വിഷൻ എന്നാ പറയാം. നമ്മുടെ ലൈഫ് ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിലീഫ് ഉണ്ടാവണം. വിശ്വാസമില്ലാത്ത ഒരാൾക്ക് വലിയൊരു വിഷൻ കാണാൻ കഴിയില്ല. വലിയ വിഷൻസ് നമുക്ക് ഇംപ്ലിമെന്റ് ആക്കണമെന്നുണ്ടെങ്കിൽ വെച്ചാല് ബിലീഫുള്ള ആൾക്കാർക്കാണെന്ന് വെച്ചാല് ഇപ്പോൾ ഇവിടെ നടക്കാത്തത്, സാധ്യമാകാത്തത് കാണാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് ബിലീഫില്ല, വിശ്വാസമില്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ വിഷൻ കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയ വിഷൻ കാണാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയൊരു എൻഡ് ഗോൾ കാണാൻ കഴിയുന്നത്? ബിക്കോസ് യു ഡോണ്ട് ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് അത് സാധ്യമാകും എന്ന കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ മിറാക്കിൾസിൽ വിശ്വസിക്കുന്നില്ല. മാജിക്കിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ എന്ത് വെച്ചാൽ മൊത്തത്തിൽ എന്ത് വെച്ചാൽ ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള തിങ്കിങ് ആണ് ഉള്ളത്. ലൈഫ് ചേഞ്ച് ആവാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വിഷൻ, ബെറ്റർ വിഷൻ കാണാൻ കഴിയുന്നില്ല. അതിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല.
we're not able to hold it. നമ്മുടെ വിഷൻ ഇപ്പൊ എന്താ ഉള്ളത്? നമ്മുടെ ബിലീഫ് ഇപ്പൊ എന്താ ഉള്ളത്? നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള സെൽഫ് ഇമേജ് എന്താണ്? അതാണ് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ബിലീഫ് ഉള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഇമേജ് എന്താണ്? ഞാൻ പോരാ, എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. ഇതാണോ ബിലീഫ്? ഹോപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ എ ബിലീഫ് എന്താണ്? നമ്മൾ എങ്ങനെ ബിലീഫ് വേണ്ടത്? നമുക്ക് ഇപ്പോ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റണം. എന്നെ കൊണ്ട് പറ്റും, എനിക്ക് അറിയില്ല, എന്നെ കൊണ്ട് പറ്റും, അന്ധമായിട്ട് വിശ്വസിക്കുക. എനിക്കത് സാധിക്കും, എങ്ങനെയെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കത് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ബേബി സ്റ്റെപ്സ് ഞാൻ എടുക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട് എങ്കിൽ ഞാൻ എന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവരും, ട്രാക്കിലേക്ക് കൊണ്ടുവരും. എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള പഠനങ്ങൾ നടത്തും, ശ്രമം നടത്തും. ഐ വിൽ ഹെൽപ്പ് മൈ സെൽഫ്. എന്നെ പതിയെ ഞാൻ ഹെൽപ്പ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. ഐ വിൽ ബി ഓൺ ട്രാക്ക് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സെൽഫ് ബിലീഫ് കൊടുക്കണം. സെൽഫ് ഇമേജ് ആണ് സെൽഫ് ബിലീഫിനെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഇമേജ് എന്താണ്? അപ്പൊ നല്ല ഇമേജ് ഉള്ള ഒരാൾക്ക് എന്താ വെച്ചാൽ വലിയ വിഷൻ ഉണ്ടാകും. എന്താണ്? നല്ല ഇമേജ് ഉള്ള ഒരാൾക്ക് വലിയ വിഷൻ ഉണ്ടാകും. സോ ബിലീഫ് സീസ് ദ വിഷൻ. വിഷൻ കാണുന്നു. ഇറ്റ് സീസ് വാട്ട് ഹാസ് നോട്ട് യെറ്റ് ബീൻ അക്കംപ്ലിഷ്ഡ്. ബിലീഫ് ഉള്ള ഒരാൾ എന്താ വെച്ചാൽ ഇതുവരെ നേടാത്തത് എന്താണോ, നേടിയെടുക്കാൻ സാധിക്കാത്തത് എന്താണോ എന്ന് ചിന്തിക്കുന്ന, നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അത് കണ്ണിൽ ഇപ്പൊ കാണാൻ, സങ്കല്പിക്കാൻ, അത് എനിക്ക് പോസിബിൾ ആണ് എന്ന് വിശ്വസിക്കാൻ, പൂർണ്ണമായിട്ടുള്ള ഒരു കൺവിക്ഷനോട് കൂടിയിട്ട് അത് വിശ്വസിക്കാൻ എന്താ വെച്ചാൽ അത് നമ്മളെ സഹായിക്കുന്നു. ബിലീഫ് സീസ് ദ ഗോൾ. ലക്ഷ്യത്തെ കാണാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യത്തെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിലീഫ് ഉണ്ടാവും. സോ എന്താ ബിലീഫ്? വട്ട് ഈസ്? നമ്മളുടെ മനസ്സിനുള്ളിൽ നമ്മൾക്ക് കാണലാണ്. നമ്മൾ എന്താണോ നേടിയെടുക്കാൻ സാധിക്കുന്നത് അത് ആ പെർഫോമൻസ് ഉണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രകടനം. ഇപ്പൊ ഒളിമ്പിക്സ് മത്സരം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഒളിമ്പിക്സിലൊക്കെ എന്താ വെച്ചാല് ഇന്നത് ഞാൻ വിജയിക്കും, നമ്പർ 1 ആകും എന്ന്, ലോകത്തെ നമ്പർ 1 ആയിട്ട് ഞാൻ മാറും എന്ന് വിശ്വസിക്കുക, ഗോൾഡ് മെഡൽ ഞാൻ നേടുമെന്ന് വിശ്വസിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഗോൾഡ് മെഡലോ ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള കാര്യത്തിൽ ഒരു വിശ്വാസം, രക്ഷപ്പെടാൻ സാധിക്കുമെന്നൊരു വിശ്വാസം, എനിക്ക് ആ ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം. സോ the power of belief often empowers the highest level of performance. ബിലീഫിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല പെർഫോമൻസ് പുറത്തു കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കും. വിശ്വാസത്തോടു കൂടി ജോലി ചെയ്യണം. എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അത് നടക്കുമായിരിക്കും, റെഡിയാവുമായിരിക്കും, ശരിയാവുമായിരിക്കും. അതല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് ശരിയാകും, 100% ശരിയാവും, നമുക്ക് സാധിക്കും. Performing with belief is a critical factor for achieving success at life. Anything in life. ലൈഫിൽ എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിശ്വാസത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുക. സ്പോർട്സ് ആവട്ടെ, ബിസിനസ് ആവട്ടെ, സ്കൂളിൽ പഠിക്കുന്ന സമയത്താവട്ടെ, ഫാമിലി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്നതായിട്ട്, നെയ്ബേഴ്സ് ആയിട്ട് നിൽക്കുന്നതായിട്ട്, എല്ലാത്തിനും നമ്മൾ എന്ന് വെച്ചാൽ നമുക്കുണ്ടായിട്ടുള്ള വേദനാജനകമായ അനുഭവങ്ങൾ നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയും. ട്രോമകളാണ് മനുഷ്യനെ തകർത്ത് കളയുന്നത്. നമുക്കുണ്ടായിട്ടുള്ള വേദനാജനകമായ അനുഭവങ്ങൾ നമ്മുടെ വിശ്വാസങ്ങളെ തകർത്ത് കളയും. വേദനകൾ നിറഞ്ഞിട്ടുള്ള സംഗതികളിൽ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കും, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, എനിക്കിതാണ്. അത്തരത്തിലുള്ള വേദനകളുള്ള സംഗതികളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഇനി സാധിക്കില്ല എന്ന് തോന്നിപ്പോകും. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ കാരണം നമ്മളുടെ ഉള്ളിൽ ഒരു ബിഹേവിയർ ആയിട്ട് അത് മാറിയിട്ടുണ്ട്, അഡിക്ഷൻ ആയിട്ട് അത് മാറിയിട്ടുണ്ട്, അതൊരു കംഫർട്ട് സോൺ ആയിട്ട് മാറിയിട്ടുണ്ട്, അതൊരു സ്വഭാവ രൂപീകരണത്തിലേക്ക്, ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് ചിലപ്പോൾ അത് എത്തിച്ചിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഫൈറ്റ് ആൻഡ് വി ക്യാൻ കം ബാക്ക്. നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. The thing is, you have to trust the process. പതിയെ വർക്ക് ചെയ്ത്
സൂക്ഷിച്ച് സൂക്ഷ്മത പാലിച്ച് ശ്രദ്ധിച്ച് ഗോളുകൾ മാറാതെ വീണ്ടും ട്രൈ ചെയ്ത് ക്ഷമയോടുകൂടി നിന്ന് ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് വി ക്യാൻ കം ബാക്ക്. ഇറ്റ്സ് ഓക്കെ, വി ക്യാൻ കം ബാക്ക്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഹാവ് ഹോപ്പ്. പ്രതീക്ഷ നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കും. മനസ്സിലാവുന്നുണ്ടോ? പ്രതീക്ഷ നമ്മൾ കൊണ്ടു നടക്കും. വി നീഡ് ടു ഹാവ് എ ബിലീഫ്. എന്നെ കൊണ്ട് സാധ്യമാണ് എന്ന വിശ്വാസം നമ്മൾ കൊണ്ടു നടക്കും. എന്നെ കൊണ്ട് സാധ്യമാണ് എന്ന വിശ്വാസം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം. എനിക്കത് പോസിബിൾ ആണ് എന്ന വിശ്വാസം. അത് പോസിബിൾ ആണോ? വിശ്വാസം നേടിയെടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അതെങ്ങനെയാ സാധ്യമാക്കുന്നത്? നമ്മളുടെ ലൈഫിൽ ബേബി സ്റ്റെപ്സ് എടുത്തിട്ടാണ് നമ്മൾ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക. ഇപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് വി ക്യാൻ ഡു. ഇതിനിടയിൽ പലതും ചിന്ത വരും. ഞാൻ അത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ലല്ലോ, അത്ര ചെയ്തില്ലല്ലോ, ഇങ്ങനെ ചെയ്തില്ലല്ലോ, പലതും ചെയ്തില്ല. അതൊക്കെ എന്താണ്? നെഗറ്റീവ് എനർജിയാണ്. അവിടെ നമ്മൾ എന്താ വെച്ചാൽ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് എന്തുണ്ട് എന്നുള്ള കാര്യത്തിൽ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് എന്തുണ്ട്? നല്ല ആരോഗ്യമുണ്ട്, നല്ല മനസ്സുണ്ട്, നല്ല കുടുംബമുണ്ട്, നല്ല ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ നല്ല ഒരു വീടുണ്ട് എന്ന ഉള്ളതിൽ വെച്ച് തുടങ്ങുക. ബിലീഫ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ, ബിലീഫ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്ത് എനിക്കുണ്ട് എന്നുള്ളതിൽ നിന്ന് തുടങ്ങണം. ഇല്ലായ്മയുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, പ്രയാസങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, വേദനകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ വേദനകളെ കുറിച്ചും വിഷമങ്ങളെ കുറിച്ചും മാത്രം ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, വാട്ട് ഹാപ്പൻസ്? വി കനോട്ട് മൂവ് ഫോർവേഡ്. നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ബട്ട് വി നീഡ് ടു ബിലീവ് ഇൻ അവർസെൽഫ്. നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് വിശ്വസിച്ച് നമ്മൾ ട്രൈ ചെയ്ത് മുന്നോട്ട് പോകാം. ബിലീഫിലാണ് കാര്യം. നടക്കുമോ? ക്യാൻ വി ഡു ദിസ്? നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? യെസ് വി ക്യാൻ. നമുക്ക് സാധിക്കും. നമ്മൾ ചെയ്യണം. എത്ര തവണ നമുക്ക് ട്രാക്ക് തെറ്റിയാലും, എത്ര തവണ മിസ്സായി പോയാലും വീണ്ടും വിശ്വസിക്കണം, വീണ്ടും ട്രൈ ചെയ്യണം, വീണ്ടും നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മളെ കാത്തൊരുപാട് പേര് ഇരിക്കുന്നുണ്ട്. നമ്മളൊരു കുടുംബത്തിന്റെ നാഥനാണ്, അത്താണിയാണ്, പ്രതീക്ഷയാണ്, ഒരു കുടുംബത്തിനെ രക്ഷപ്പെടുത്താനുള്ളതാണ്. ചിലപ്പോ ഒരുപാട് പേരുടെ ഒരുപാട് വിദ്യാർത്ഥികൾ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു അധ്യാപകനായിരിക്കാം. യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. സാധ്യമാണ് എന്ന് വിശ്വസിക്കണം. മാറ്റം സാധ്യമാണ്, മാറിയേ പറ്റൂ. റിസൾട്ട് പോസിബിൾ ആണ്. ആ വലിയ ബിസിനസ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും, നേടിയെടുക്കാൻ സാധിക്കും, ബിസിനസ് ചെയ്യാൻ സാധിക്കും. യെസ് യു ക്യാൻ ഡു ഇറ്റ്. ബിലീഫ് ആണ് കാര്യം. ബിലീഫ് നമുക്ക് എന്ത് നൽകും? പെർഫോമൻസ് നൽകും. വാട്ട് യു ബിലീവ് ഡ്രൈവ്സ് വാട്ട് യു ഡു. നിങ്ങൾ എന്തിലാണോ വിശ്വസിക്കുന്നത് അതാണ് നിങ്ങളുടെ പ്രവൃത്തികളെ ഡ്രൈവ് ചെയ്യുന്നത്, നിങ്ങളെ ജോലി ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്ത് ബിലീഫാണ് നിങ്ങൾ കൊണ്ടുനടക്കുന്നത് അതിനനുസരിച്ച്. ആ ബിലീഫ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടാകും. ബിലീഫ് ഉണ്ടെങ്കിൽ എന്തുണ്ടാകും? ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടാകും. സോ വാട്ട് യു ഡിറ്റർമൈൻസ് വാട്ട് യു അച്ചീവ്. നിങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് അതാണ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നത്. ബിലീഫ് എന്ന് പറയുന്നതാണ് ഞാൻ ഇന്നത് അച്ചീവ് ചെയ്യും എന്ന് തീരുമാനിക്കലാണ്. എന്റെ അസുഖം ഞാൻ മാറ്റിയെടുക്കും എന്ന് തീരുമാനിക്കലാണ്. എന്റെ പ്രയാസങ്ങൾ ഞാൻ നീക്കും എന്ന് തീരുമാനമെടുക്കലാണ്. എനിക്ക് വേറെ വഴിയില്ല എന്ന് തീരുമാനിക്കലാണ്. ഐ ഹാവ് ടു ഡു ദിസ് എന്ന് തീരുമാനിക്കലാണ്. നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്. എന്റെ ഉള്ളിൽ എനിക്ക് വിഷമങ്ങൾ ഉണ്ടെങ്കിലും, പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും, കഷ്ടപ്പാടുണ്ടെങ്കിലും ഐ ഹാവ് ടു ഡു ദിസ്. ദർ ഈസ് നോ അതർ ഓപ്ഷൻ. എനിക്ക് വേറെ വഴിയില്ല. ഐ ഹാവ് ടു ഡു ദിസ്. എനിക്കിത് ചെയ്തേ പറ്റൂ. ആൻഡ് ഐ ആം ഗോയിങ് ടു ഡു ദിസ്. ഇത് ഞാൻ ചെയ്യുകയാണ്, എന്നെ ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്, എന്നെ ഞാൻ റിസൾട്ടിലേക്ക് എത്തിക്കുകയാണ്. ഐ എം ഗോയിങ് ടു കം ബാക്ക്. വരും. ദ പവർ ഓഫ് ബിലീഫ് എന്താണ്? എന്താ പറയുന്നത്? ഞാൻ തിരിച്ചു വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസമാണ്. ക്യാൻ യു ഡു ഇറ്റ്? യെസ് ഐ ക്യാൻ എന്ന് കമന്റ് ചെയ്ത്. യെസ് ഐ ക്യാൻ എന്ന് കമന്റ് ചെയ്ത്. ഐ ക്യാൻ. I see എന്ന് കമന്റ് ചെയ്താൽ മതി. I can or I see. Just comment on. I can.
യെസ് ഐ ക്യാൻ, യെസ് ഐ ക്യാൻ. നമ്മൾ വിശ്വസിച്ചു തുടങ്ങണം. സോ നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നുവോ അതാണ് നിങ്ങൾ അച്ചീവ് ചെയ്യുക. ഈ ബിലീഫ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങളുടെ തീരുമാനങ്ങൾ ഉണ്ടാവും. ആ തീരുമാനത്തിലാണ് തുടങ്ങുന്നത്. ഹാവ് എ ഫെയ്ത്ത്, വിശ്വാസം വേണം. എന്നിട്ട് തീരുമാനിക്കണം, ഇത് ഞാൻ അച്ചീവ് ചെയ്യും. അവിടെ ബിലീഫ് തുടങ്ങുന്നു. ആൻഡ് വെൻ യുവർ ബിലീഫ് സോ സ്ട്രോങ്, യു പെർഫോം സ്മാർട്ടർ. നമ്മുടെ ബിലീഫ് വളരെ സ്ട്രോങ് ആയി മാറും. എന്ത് സംഭവിക്കുന്നു? നമ്മളുടെ പെർഫോമൻസ് സ്മാർട്ടായി മാറുന്നു, ക്രിയേറ്റീവായിട്ട് മാറുന്നു. വിശ്വാസമുള്ള ഒരാൾ ക്രിയേറ്റീവായിട്ടുള്ള വഴികൾ തെളിയും. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള വഴികൾ തെളിയും, പല വഴികൾ തെളിയും. വിശ്വാസമുള്ള ആൾക്ക്, വിശ്വാസമില്ലെങ്കിൽ ആ വഴികൾ അവിടെ അടഞ്ഞു കിടക്കും. എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. നിങ്ങൾ കാണുന്ന വലിയ സ്വപ്നം, ആ വീട്, ആ സംഗതികൾ, ആ ഗോൾ, ആ എഴുതി വെച്ചത്, ക്യാൻ യു സീ ഇറ്റ്? ഡൗട്ട് ഉണ്ടാവരുത്. ക്യാൻ യു സീ ഇറ്റ്? ഇഫ് യു ആർ റെഡി ടു വർക്ക് ഹാർഡ്, യു ക്യാൻ ഗെറ്റ് ഇറ്റ്. വർക്ക് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സാധ്യമാകും. അപ്പോൾ മാജിക്കലി വിശ്വസിക്കുക, യെസ് ഐ ക്യാൻ ഗെറ്റ് ഇറ്റ്. എങ്ങനെ എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല, എനിക്കത് നേടിയെടുക്കും, എനിക്കത് എത്തിച്ചേരും. ഐ ഡിസേർവ് ദാറ്റ്. എനിക്കത് ലഭിക്കും എന്നുള്ള വിശ്വാസമുള്ള ആൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നു. വഴികൾ വരും, സംഗതികൾ വരും. സോ യു പെർഫോം സ്മാർട്ടർ, ബെറ്റർ, വിത്ത് ഗ്രേറ്റർ റെസിലിയൻസ്. വിശ്വാസമുള്ള ആൾക്ക് എന്തുണ്ടാകും? റെസിലിയൻസ് ഉണ്ടാകും. റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിന്തിരിയാതിരിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ്, അതിൽ തുടർന്നു പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു വല്ലാത്തൊരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാവും. എ കപ്പാസിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഓർ റിക്കവർ ക്വിക്ലി ഫ്രം ഡിഫിക്കൽട്ടീസ്. അതായത് നമ്മൾ വിശ്വാസമുള്ള ആൾക്ക് എന്താണ്? ടഫ്നെസ്. നമുക്കെന്താ വെച്ചാൽ ഒരു കപ്പാസിറ്റി ഉണ്ടാവും, എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി, അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി. The ability of a substance or object bring that into shape. നമ്മളെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മളുടെ ഉള്ളിൽ എന്താ വെച്ചാൽ ഒരു കഴിവ് ഡെവലപ്പ് ആവുക. ബിലീഫ് ഉള്ള ഒരാൾക്കാണെന്ന് വെച്ചാൽ ഇത് എന്നെ കൊണ്ട് സാധിക്കുമെന്ന ബിലീഫ് ഉണ്ടായാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ റെസിലിയൻസ് വരും. തിരിച്ചു വരാനുള്ള, പ്രതിസന്ധികളെ മറികടക്കാനുള്ള ആ ടഫ്നെസ്, ആ കരുത്ത്, ആ പവർ, ആ ശക്തി നമ്മളിൽ ഡെവലപ്പ് ആവും. സോ ദിസ് ഈസ് ട്രൂ എവരിവെയർ. ബിസിനസ്സിലാണെങ്കിലും അതേപോലെ തന്നെ ബന്ധങ്ങളിലാണെങ്കിലും എല്ലാത്തിലും ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കരിയറിൽ, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ നമുക്കൊന്ന് ഇത് ആവശ്യമാണ്. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത്, what you believe either empowers you or limits you. നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ അത് ഒന്നുകിൽ എന്തായിരിക്കും? നമ്മളെ തളർത്തിക്കളയും, അല്ലെങ്കിൽ വളർത്തിക്കളയും. വളരണോ തളരണോ? വിശ്വസിച്ചേ പറ്റൂ. നിങ്ങൾ വളർത്താൻ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തളർത്താൻ വിശ്വസിക്കുകയാണ്. കാരണം വളർത്താനുള്ള ഒരു വിശ്വാസം നിങ്ങളിൽ ഇല്ലെങ്കിൽ ചിലപ്പോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വിശ്വസിക്കുന്നത് പതിയെ അത് തളർത്താൻ നിങ്ങളെ സഹായിക്കും. മനസ്സിലാവുന്നുണ്ട്? സോ എംപവറിംഗ് ബിലീവ്സ് പുൾ യുവർ പെർഫോമൻസ് അപ്പ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ് നമ്മുടെ എന്താ വെച്ചാൽ നമ്മുടെ പെർഫോമൻസിനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. ലിമിറ്റിംഗ് ബിലീഫ് എന്ത് ചെയ്യും? നമ്മുടെ പെർഫോമൻസിനെ താഴ്ത്തിക്കളയും. അപ്പൊ രണ്ട് തരത്തിലുള്ള ബിലീഫുകൾ, നെഗറ്റീവ് ബിലീഫും ഉണ്ട്, അതേപോലെ തന്നെ പോസിറ്റീവ് ബിലീഫും. ഈ ബിലീഫ് എവിടെ നിന്നാണ് വരുന്നത്? ചെറുപ്പം മുതൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ഡെവലപ്പ് ആവുന്നതാണ് ബിലീഫ്. മനസ്സിലാകുന്നുണ്ടോ? ചെറുപ്പം മുതൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ഡെവലപ്പ് ആവുന്നതാണ് ബിലീഫ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. നമ്മുടെ മൈൻഡ് പവർ കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നൊരു സംഗതി ഷോ യു എങ്ങനെയാണ് ബിലീഫ് ഡെവലപ്പ് ആവുക.
ബിലീഫ് നമുക്ക് ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഗതി. ഈ ബിലീഫ് ഡെവലപ്പ് ആവുന്നത് ഒരുപാട് ചിന്തകൾ ആവർത്തിച്ച് നമ്മൾ ചിന്തിച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഒരുപാട് ചിന്തകൾ, ഈ ബിലീഫുകളെല്ലാം ഒരുപാട് ഇത്തരത്തിലുള്ള ചിന്തകൾ, പലതരം ചിന്തകളെല്ലാം കണക്റ്റഡ് ആയിക്കൊണ്ട് നമുക്ക് കുറെ നിയമങ്ങളുണ്ട്. ആ ചിന്താ നിയമങ്ങളുടെ ഒരു കൂട്ടത്തെ പറയുന്ന പേരാണ് ബിലീഫ് സിസ്റ്റം. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീരുമാനിക്കുന്ന ബിലീഫ് സിസ്റ്റമാണ്. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇല്ലയോ തീരുമാനിക്കുന്ന നിങ്ങളുടെ ബിലീഫ് സിസ്റ്റമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഒരു കാര്യത്തെ എങ്ങനെ കാണണം എന്ന് മനസ്സിലാക്കുന്നത് ബിലീഫ് സിസ്റ്റമാണ്. അപ്പൊ നിങ്ങളുടെ ബിലീഫ് എന്താ വെച്ചാൽ നിങ്ങളുടെ സ്വഭാവത്തെ തീരുമാനിക്കും. നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത്, നിങ്ങൾ എങ്ങനെ ജോലി ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഈ വിശ്വാസം ഉണ്ടല്ലോ, ബിലീഫ്, അത് ഒരുപാട് ചിന്തകൾ, മനസ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ചിന്തകൾ അടങ്ങിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരുപാട് ചിന്തകൾ വരുമ്പോൾ ഒരു ബിലീഫ് സിസ്റ്റം രൂപപ്പെടും. ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനം, വിശ്വാസ പ്രമാണം എന്ന് പറയും. നമുക്കൊരു പ്രോഗ്രാമിംഗ് ആയിട്ടുള്ള ഒരു മൈൻഡ്, അതായത് നമ്മളുടെ മൈൻഡ് ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. അതിൽ എന്തൊക്കെയാ ഉള്ളത്? ബിലീഫ് സിസ്റ്റം ഈസ് എ കളക്റ്റീവ് തോട്ട് റൂൾസ്. ഒരുപാട് കളക്റ്റീവ് ആയിട്ടുള്ള തോട്ട് റൂൾസ് ആണ് അതിലുള്ളത്. ഒരുപാട് ചിന്താ നിയമങ്ങളാണ്. ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കണം, ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ചിന്താ നിയമങ്ങൾ. അതെപ്പോഴാണ് ഉണ്ടാവുന്നത്? കുഞ്ഞു കുട്ടികളായിരിക്കുന്ന സമയം മുതൽ ഉണ്ടാവുന്നത്. One creates from his experiences and the messages from 0 to 8 years. 0 to 8 yearsനിടയിൽ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് കടന്നുകൂടിയിട്ടുള്ള മെസ്സേജുകളാണ്, അതിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണെന്ന് വെച്ചാൽ ബിലീഫ് സിസ്റ്റം. മനസ്സിലായോ? ചെറുപ്പം മുതലേ നമ്മുടെ ഉള്ളിലേക്ക് കടന്നത്. അപ്പൊ നമുക്ക് നല്ല ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്, പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത് എങ്കിൽ അത് നമ്മളുടെ വിശ്വാസമായിട്ട് മാറും. നിങ്ങൾക്ക് ഫോണുകൾ ഉണ്ടെന്നറിയാം അല്ലെ? ആ ഫോണുകള്, അതിന്റെ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. ആ ഫോൺ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ബേസിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ, ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെയാണ് നമ്മുടെ മൈൻഡിലെ എന്ത്? ബിലീഫ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ പോലെ ബിലീഫ് സിസ്റ്റം. ബിലീഫ് സിസ്റ്റമാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മുടെ ശരീരമാണ് ഫോണിന് ബോഡി എന്ന് പറയുന്ന പോലെ, ഫോണിന് ബോഡി എന്ന് പറയുന്നത് പോലെ ഇതിന്റെ ശരീരമാണ് ബോഡി അല്ലെ? നമ്മുടെ ബോഡി ഇതാണ്. നമ്മളുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, ഇതിൽ സോഫ്റ്റ്വെയർ ഉണ്ടാവും. ആപ്പിൾ ഐഫോൺ ആകുമ്പോൾ iOS എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ. നമുക്ക് എന്താണ്? നമ്മുടെ മൈൻഡാണ് നമ്മുടെ സോഫ്റ്റ്വെയർ, നമ്മുടെ ബിലീഫ് സിസ്റ്റം. നമ്മുടെ ഈ ഒരു ആപ്പിളിന്റെ ഫോണിൽ അല്ലെങ്കിൽ ഐഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ ഏത് ഫോണാണെങ്കിലും അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വൈറസ് വന്നു കഴിഞ്ഞാൽ ആ ഫോണ് തോന്നിയ രൂപത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. എന്തൊക്കെയോ ആയിട്ട് പോകും. നമ്മളുടെ മനസ്സിനുള്ളിൽ ബിലീഫ് സിസ്റ്റത്തിൽ, നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ തെറ്റായ ചിന്തകളും തെറ്റായ കാഴ്ചപ്പാടുകളും തെറ്റായ സംഗതികളും കടന്നുകൂടി കഴിഞ്ഞാൽ നമ്മളും തെറ്റായ രീതിയിൽ പ്രവർത്തിക്കണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നമ്മുടെ വിശ്വാസങ്ങൾ ആണ്. ഒരു വിശ്വാസം എങ്ങനെയുണ്ടാകുന്നത്? ആവർത്തിച്ചുണ്ടാകുന്നത്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു വിശ്വാസം ഇനി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവർത്തിച്ച് കൊടുക്കുക. എന്താണ് ബിലീഫ് സിസ്റ്റം? നമ്മുടെ ബിലീഫ് സിസ്റ്റം, ഈ ഒരു കുട്ടി, ഈ സാഹചര്യത്തിൽ വളർന്നിട്ടുള്ള കുട്ടിയുടെ ബിലീഫ് സിസ്റ്റം എന്തായിരിക്കും? ദാരിദ്ര്യം, പട്ടിണിയും, പ്രയാസവും, ബുദ്ധിമുട്ടും, സങ്കടങ്ങളും, വിഷമങ്ങളും, ബുദ്ധിമുട്ടുകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം ആയിരിക്കും. ഒരു ഇല്ലായ്മയുടെ, കഴിവില്ലായ്മയുടെ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവും. ആ വീട്ടിലെന്നും വഴക്കുണ്ടാവും. ദാരിദ്ര്യമുള്ളത് കൊണ്ട്, പട്ടിണിയുള്ളത് കൊണ്ട്, പ്രയാസമുള്ളത് കൊണ്ട് വഴക്കുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, സംഗതികളുണ്ടാകും. അത് അവരുടെ സ്വഭാവത്തെ ഭയങ്കരമായിട്ട് ബാധിക്കും.
അപ്പോൾ ആ കുട്ടിക്ക് അത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ആ കുട്ടിയുടെ സ്വഭാവത്തെ അത് ബാധിക്കും. അവിടെ സ്നേഹത്തിന്റെ കുറവുണ്ടാവും, സ്നേഹിക്കാൻ സമയം ഉണ്ടാവില്ല. പട്ടിണിയും ബുദ്ധിമുട്ടും പ്രയാസവും ഉള്ളിടത്ത് ആ പട്ടിണിയും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും അസുഖങ്ങളും മാറ്റാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം മൂടുന്ന ഒരു ലൈഫാണ്. അതിനിടയിൽ സ്നേഹിക്കുക, സമാധാനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ കുറഞ്ഞു പോകും. ഇവിടെ ജീവിക്കുന്ന ഇവിടെ കുറച്ചുകൂടെ സ്നേഹം, അപ്രീസിയേഷൻ, പരിഗണന, ഇങ്ങനെയുള്ള സംഗതികളിലേക്ക്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർ പോലും ഹാപ്പി ആയിട്ട് ജീവിക്കാത്തവരുണ്ട്. നല്ലൊരു വീടുണ്ട്, കുടുംബമുണ്ട്, ഒക്കെ ഉണ്ട്, ഹാപ്പി അല്ല. എന്താ കാരണം? അവരും ഇതേപോലെ ചെറുപ്പത്തിൽ അവരനുഭവിച്ചിട്ടുള്ള ട്രോമയുണ്ടാവും. നല്ല കുടുംബാന്തരീക്ഷത്തിലാക്കി, പക്ഷെ അവിടെയുള്ള അമ്മയോ അച്ഛനോ അവരുടെ മനസ്സിൽ വല്ലാത്ത പെർഫെക്ഷനിസം എന്ന് പറയുന്ന സംഗതി കയറി കൂടിയിട്ട് അവരുടെ അച്ഛനോ അമ്മയോ എന്താണ് പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എങ്കിൽ അവർക്ക് പെർഫെക്ഷനിസം കടന്നുകൂടി വല്ലാത്ത എക്സ്പെക്ടേഷൻസ് സെറ്റായി പോയിട്ടുണ്ടാവും. പ്രോഗ്രാമിങ്ങിൽ ചില മാതാപിതാക്കൾ ചെയ്യുന്ന മിസ്റ്റേക്കാണ്, എൻ്റെ മക്കൾ ഏറ്റവും ബെസ്റ്റ് ആവണം. അപ്പൊ ഫാമിലിയിൽ നിന്ന് കിട്ടേണ്ട ചില സംഗതികൾ, നല്ല വീടുണ്ട്, സാമ്പത്തിക സിറ്റുവേഷൻ ഉണ്ട്, ഒക്കെ ഉണ്ടെങ്കിൽ പോലും വീട്ടിൽ നിന്ന് കിട്ടേണ്ട ഒരു സേഫ്റ്റി ഉണ്ടാകും, സ്നേഹം ഉണ്ടാകും, അല്ലെങ്കിൽ ഓവറായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു, ഓവറായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു, ഓവറായിട്ട് അങ്ങനെ ശ്രമിച്ചതിന്റെ പേരിൽ എന്ത് സംഭവിക്കും? ട്രോമ, പെയിന് സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കാം? ഓട്ടോമാറ്റിക്കലി ലൈഫിൽ എന്താ വെച്ചാൽ അത് ട്രോമയായി മാറും. സ്വന്തത്തെക്കുറിച്ച് പിന്നെ ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് ലൈഫിൽ ഹാപ്പിനെസ് ഇല്ലാത്ത അവസ്ഥ വരാം. അങ്ങനെയും ബിലീഫ് ഉണ്ടാവാം, പ്രശ്നങ്ങളുണ്ടാവാം, നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ പ്രശ്നമുണ്ടാവാം. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ആവർത്തിച്ച് നിങ്ങൾക്ക് എന്ത് വിശ്വാസമാണോ വേണ്ടത്, എന്താണോ നേടിയെടുക്കേണ്ടത്, എന്ത് മാറ്റമാണോ വേണ്ടത്, അത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കൊടുക്കുക. ചിന്തകൾ കൊടുത്ത് എന്നെ കൊണ്ട് സാധ്യമാണ്, സെൽഫ് ലവ് കൊടുക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക, അതേപോലെ തന്നെ ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് നമ്മളെ കൊണ്ട് സാധ്യമാണോ എന്നുള്ള ബിലീഫ് ട്രാൻസ്ഫോർമേഷന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. വിശ്വാസങ്ങളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് സാധ്യമാണ്, നമ്മളുടെ ഈ മോർണിംഗ് ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുക. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സാധ്യമാണ് എന്നുള്ള വിശ്വാസം നിങ്ങളിലേക്ക് വരും. ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ ആകെ ചേഞ്ച് ആകും. എല്ലാം പോസിബിൾ ആണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. സോ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ സെഷനിലേക്ക് വന്നതിന് ഒരുപാട് നന്ദി. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഹൗ വാസ് ടുഡേ സെഷൻ? എന്തെങ്കിലും ഒരു മെസ്സേജ് ലഭിച്ചോ? എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ലഭിച്ചോ? മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ, ഒരു മെസ്സേജ് ലഭിച്ചോ? യെസ്, താങ്ക് യു. സോ ആ ഒരു എന്താ പറയുക, അതിലാണ് നമ്മുടെ ലൈഫിൽ കിടക്കുന്നത്. നമ്മളോട് പറയുക എന്ന് വെച്ചാൽ, എനിക്ക് വേണ്ട ചേഞ്ച് എനിക്ക് പോസിബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് വേണ്ട ചേഞ്ച് പോസിബിൾ ആണ്. വിശ്വാസത്തിലാണ് കാര്യം. മനസ്സിനുള്ളിൽ ആദ്യം തന്നെ നേടണം. മനസ്സിലാവുന്നുണ്ടോ? ഒളിമ്പിക് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ അവരുടെ മനസ്സിനുള്ളിൽ അവർ അന്ധമായി വിശ്വസിക്കുകയാണ്, എനിക്ക് പോസിബിൾ ആണ് എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നമുക്ക് കഴിവ് മാത്രം പോരാ, എഫേർട്ട് പണിയെടുത്താൽ മാത്രം പോരാ. മെന്റലി വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ എന്തായിരിക്കണം? അതിലേക്ക് എൻഗേജ്ഡ് ആയിരിക്കണം. നമ്മൾ വിശ്വസിക്കണം. നമ്മൾക്ക് നല്ല കഴിവുണ്ട്,
നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അത് മാത്രം പോരാ, ഇത് നടക്കും, ഇതെനിക്ക് സാധിക്കും എന്നുള്ള വിശ്വാസം കൂടെ വേണം. 3 കാര്യങ്ങൾ വേണം. ടാലന്റ് ഈസ് നീഡഡ്, കഴിവ് വേണം, ആ കഴിവിനെ ഷാർപ്പൺ ചെയ്ത് എടുക്കണം. പിന്നെ ഫിസിക്കൽ ട്രെയിനിങ്, ആ കഴിവിനെ ഷാർപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ടാലന്റ് വേണം, ദെൻ ഹാർഡ് വർക്ക് അത് വേണം, ദെൻ വാട്ട് വി നീഡ്, ബിലീഫ്, അത് നേടിയെടുക്കും എന്നുള്ള വിശ്വാസം വേണം. We need talent and we need training. അതായത് ആ ടാലന്റിനെ നമ്മൾ ആക്ഷനിലേക്ക് കൊണ്ടുവരണം, പ്ലാനിങ്ങിലേക്ക് ആ ആക്ഷൻ ഇടണം. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്തായിരിക്കണം, നമുക്ക് മെന്റലി നമ്മൾ എന്താ വെച്ചാൽ വളരെ ബിലീവ് ചെയ്യണം, എനിക്കത് സാധിക്കും എന്നുള്ള വിശ്വാസം ഉണ്ടാവണം. കാരണം നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതിലേക്കാണ് ശരീരം വരിക. ബോഡി ബിലീവ്സ് ആൻഡ് ഫോളോ ദ മൈൻഡ്. മനസ്സിനെയാണ് വിശ്വസിക്കുക ശരീരം. മനസ്സ് എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടാണ് ശരീരം പോകുന്നത്. ദ ഹയസ്റ്റ് ലെവൽ ഓഫ് പെർഫോമൻസ് നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇറ്റ് റിക്വയർസ് ദ ഡീപ്പസ്റ്റ് ലെവൽ ഓഫ് ബിലീഫ്. ഏറ്റവും ആഴത്തിലുള്ള വിശ്വാസം, എന്നെ കൊണ്ട് സാധ്യമാണ് എന്നുള്ള ആഴത്തിലുള്ള വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമാണ് അത്രയും ടോപ്പ് ലെവൽ പെർഫോമൻസ് പുറത്തെടുക്കാൻ കഴിയും. എന്ത് ജോലിയാണ് ചെയ്യുക, ബിസിനസ് ചെയ്യുകയാണെങ്കിലും അത്രയും ഇത് എന്നെ കൊണ്ട് സാധ്യമാണ് അന്ധമായിട്ട് വിശ്വസിക്കണം. ബ്ലൈൻഡ് ബിലീഫ് വേണം. അന്ധവിശ്വാസത്തിന് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം നമുക്ക് ആവശ്യമാണ് നമ്മുടെ ലൈഫിൽ. അത് ഏത് കാര്യത്തിലാവരുത്, തെറ്റായ കാര്യത്തിലാവരുത്. ശരിയായ കാര്യങ്ങളിൽ അന്ധമായി വിശ്വസിക്കുക, നടക്കുമെന്ന് അന്ധമായ വിശ്വാസം, അത് വേണം. എന്നെ കൊണ്ട് പോസിബിൾ ആണ് എന്നുള്ളത് അന്ധമായി വിശ്വസിക്കുക. അന്ധവിശ്വാസം തെറ്റായ കാര്യമല്ല, അന്ധവിശ്വാസം ശരിയായ കാര്യമാണ്. സൂപ്പർസ്റ്റിഷൻ അല്ല ഞാൻ പറയുന്നത്, ഏത് മറ്റുള്ള കുറെ അന്ധവിശ്വാസങ്ങളല്ല, അതല്ല ഞാൻ പറയുന്നത്. നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള വിശ്വാസം, ആ ഒരൊറ്റ കാര്യത്തിൽ അന്ധമായ വിശ്വാസം വേണം. ബ്ലൈൻഡ് ബിലീഫ്. എലീറ്റ് പെർഫോമേഴ്സ് വിൻ ഇൻ ദർ മൈൻഡ് ഫസ്റ്റ് എന്ന് പറയാം. അതായത് ഏറ്റവും ടോപ്പിൽ ജോലി ചെയ്ത് പെർഫോം ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരുടെ മനസ്സിൽ ഓൾറെഡി അവർ വിജയിച്ചു കഴിഞ്ഞു. അവർ മനസ്സിൽ ഓൾറെഡി അത് കണ്ടു കഴിഞ്ഞു. മനസ്സിൽ കാണാൻ കഴിയണം. ഞാൻ സമ്പന്നനാകും എന്നുള്ളത്, ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ കഴിയും എന്നുള്ളത്. യു ബിലീവ് ഇൻ യുവർ മൈൻഡ് നൗ. ഇന്ന് ഈ നിമിഷത്തിൽ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ അത് കാണാൻ കഴിയുന്നുണ്ടാവില്ല, വിശ്വസിക്കാൻ പറ്റുന്നുണ്ടല്ല, പക്ഷേ വിശ്വസിക്കാൻ പറ്റണം. യു ബിലീവ് ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ്, അച്ചീവ് ഇറ്റ്, എക്സ്പീരിയൻസ് ഇറ്റ്. ആ കാറ് വാങ്ങാൻ സാധിക്കും, എങ്ങനെ എന്നുള്ളത് അറിയില്ല, പക്ഷെ സാധിക്കും. എന്നിട്ട് ആ ബിഗിൻ വിത്ത് എൻഡ് ഇൻ യുവർ മൈൻഡ് എന്ന് പറയാം. അതായത് നമ്മൾ തുടങ്ങേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, നമ്മുടെ മാറ്റത്തിലേക്കുള്ള യാത്ര. ആ അവസാനമുണ്ടല്ലോ, ആ നടക്കുന്ന, ആ വിജയിക്കുന്ന അവസ്ഥ, അത് ഏറ്റവും അച്ചീവ് ചെയ്യുന്ന അവസാന നിമിഷം, അത് മനസ്സിലിട്ടിട്ട് ഇപ്പൊ തുടങ്ങണം. ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ യുവർ മൈൻഡ്. അത് കാണാൻ കഴിയണം. മനസ്സിലാകുന്നു? അപ്പൊ നമ്മളെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കാണാൻ കഴിയണം. ബിലീഫ് ക്രിയേറ്റ്സ് വിഷൻ. വിശ്വാസം ഉണ്ടാവണം നമുക്ക്. മനസ്സിലാവുന്നുണ്ടോ? അതുള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ ആ ബിലീഫ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ വിൽ പവർ ഉണ്ടാവും. വിശ്വാസം നഷ്ടപ്പെടുന്നിടത്താണ് ഹോപ്പ് നഷ്ടപ്പെടുന്നത്, വിശ്വാസം നഷ്ടപ്പെടുന്നിടത്താണ് വിൽ പവർ നഷ്ടപ്പെടുന്നത്. നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നൊരു തോന്നൽ തോന്നുന്നത്. ബിലീഫ് എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസം എന്ന് പറയുന്നതാണ് ഐ വിൽ എന്ന് പറയലാണ്. വെൻ ഇറ്റ് ഗെറ്റ്സ് ഹാർഡ്, പ്രയാസമാകുമ്പോൾ പോലും എന്നെ കൊണ്ട് സാധ്യമാകും എന്ന്, അല്ലെങ്കിൽ ഞാൻ ചെയ്യും എന്ന് പറയലാണ്. It is the mindset says, I will do the work, I will grind, no matter how difficult, no matter how big the challenge.
ഐ വിൽ ഡു വാട്ട് എവർ ഇറ്റ് ടേക്സ് ഫോർ ആസ് ലോങ് ആസ് ഇറ്റ് ടേക്സ്. എത്ര സമയം എടുത്താലും വേണ്ടില്ല, എത്ര അധ്വാനിക്കേണ്ടി വന്നാലും വേണ്ടില്ല, എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും ശരി, ഞാൻ അച്ചീവ് ചെയ്തിരിക്കും, ഞാൻ നേടിയെടുത്തിരിക്കും, അതിനു വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടും, അതിനു വേണ്ടിയിട്ട് ഞാൻ പണിയെടുക്കാൻ തയ്യാറാണ് എന്ന് പറയലാണ് വിൽ പവർ, അല്ലെങ്കിൽ ബിലീഫ് എന്ന് പറയും. ഐ വിൽ ആൻഡ് ഐ വിൽ അച്ചീവ്. മനസ്സിലാവുന്നുണ്ടോ? കറക്റ്റ് ആയിട്ടുള്ള ഒരു വിഷൻ കാണുക, ലേസർ ലൈക്ക് വിഷൻ വേണം, ഒരു ക്ലാരിറ്റി വേണം. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യണം? എക്സ്ട്രാ ഓർഡിനറി ബിലീഫ് വേണം. ഇവിടെ ഈ ലോകത്ത് ആരും വിശ്വസിക്കാത്ത തരത്തിൽ ഭ്രാന്തമായി വിശ്വസിക്കും. നിങ്ങളെ കൊണ്ട് അത് സാധിക്കും. ലേസർ ലൈക്ക് ക്ലാരിറ്റി ഓഫ് യുവർ വിഷൻ. നിങ്ങൾക്ക് എന്താണോ നേടിയെടുക്കേണ്ടത് അതിനെക്കുറിച്ച് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷൻ കാണണം, കാഴ്ച കാണണം. എന്താണോ ഉണ്ടാക്കിയെടുക്കേണ്ടത്, എന്താണോ നേടിയെടുക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു വിഷൻ കാണുക. ആൻഡ് ദെൻ അത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള എക്സ്ട്രാ ഓർഡിനറി ബിലീഫ് വേണം, വിശ്വാസം വേണം. സോ ഈ രൂപത്തിൽ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളെ പരിശീലിപ്പിക്കുകയും ട്രെയിൻ ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് എന്ത് ചെയ്യും? റിസൾട്ട് ഭയങ്കരമായിട്ട്. വിശ്വാസം നമ്മൾ എന്താ ചെയ്യില്ല, ബിലീഫ് ജസ്റ്റ് ഡസൻറ്റ് സർവൈവ് അഡ്വേഴ്സിറ്റി, ഇറ്റ് ഗെറ്റ് സ്ട്രോങ്ങർ ബിക്കോസ്. വിശ്വാസമുള്ള ഒരാൾക്ക് പ്രതിസന്ധികളെ മറികടക്കാനുള്ള ആ ഒരു ജസ്റ്റ് മറികടക്കൽ മാത്രമല്ല ഉണ്ടാവുക, നമ്മൾ സ്ട്രോങ് ആയി വരും. നമ്മൾ വിശ്വസിക്കണം. അത്തരത്തിലുള്ള ചർച്ചകളിൽ പങ്കെടുക്കും, അത്തരത്തിലുള്ള വ്യക്തികളുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, അത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ നിങ്ങൾ വരണം. യു ഹാവ് ടു അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കണം. ബിലീഫിൽ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യണം? മനസ്സിലാവുന്നുണ്ട്? നമുക്കുണ്ടാവണം. ബിലീഫാണ് പ്രധാനം. മനസ്സിലായല്ലോ? നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ പുറത്തു വരും. നിങ്ങളുടെ പൊട്ടൻഷ്യൽ സക്സസ് സൈക്കിൾ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. സക്സസ് സൈക്കിൾ, നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ കഴിവുകൾ പുറത്തു വരും. ബിലീഫ് എന്ന് എഴുതി വെച്ച്, ബിലീഫ്. ഓക്കെ, ആ ബിലീഫിൽ നിന്ന് നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്തുണ്ടാകും? പൊട്ടൻഷ്യൽ പുറത്തു വരും. ഈ പൊട്ടൻഷ്യൽ പുറത്തു വന്നു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? അതിനനുസരിച്ച് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. അതാണ് മൂന്നാമത്തെ സ്റ്റേജ്, ആക്ഷൻ. ഫസ്റ്റ് സ്റ്റേജ് ബിലീഫാണ്. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. ആ ആക്ഷൻ അല്ലെ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റും, കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റും. ആ കഴിവുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ആക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കും. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കുന്നു. യെസ് ഓർ നോ? യെസ് ഓർ നോ? നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കുന്നു. ആ റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തുക എന്നാണ്. ക്ലിയർ ആണോ? ആ റിസൾട്ട് നല്ലതായി കഴിഞ്ഞാൽ വീണ്ടും ബിലീഫ് വർദ്ധിക്കും. ആ വീണ്ടും ബിലീഫ് വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും കൂടുതൽ കഴിവുകൾ പുറത്തെടുക്കാം. കൂടുതൽ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് പിന്നെയും കിട്ടും. കൂടുതൽ ആക്ഷൻ എടുക്കും. കൂടുതൽ ആക്ഷൻ എടുക്കുമ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടും. അങ്ങനെ ബിലീഫ് എങ്ങനെയാണ് സ്ട്രോങ് ആയി മാറുന്നത്? ചെറിയ എഫോർട്ട് ഇട്ടിട്ടാണെങ്കിലും ശരി, ആ ഇടാൻ കഴിയും എന്നുള്ള വിശ്വാസം തുടങ്ങും. വലിയതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ വിശ്വസിക്കുക, അതിൽ വിശ്വസിക്കുക, ട്രസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ വിശ്വാസം ഇപ്പൊ ചേഞ്ച് ചെയ്യുക. ആദ്യം ചേഞ്ച് ചെയ്യേണ്ട വിശ്വാസമാണ്. സാധിക്കും എന്നുള്ള വിശ്വാസം കൊടുത്തിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ സാധിക്കും എന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ, കഴിവ്, ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്ഷൻ എടുക്കാൻ പറ്റും. ആ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തിത്തുടങ്ങും. ആ റിസൾട്ട് ബെറ്റർ ആവും. പതിയെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. പക്ഷെ ചില ആൾക്കാർ ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, 2 മിസ്റ്റേക്ക് ഉണ്ട്. ഒന്ന്, വിശ്വാസം ഉണ്ടാവില്ല, ഇതിനെ കൊണ്ട് സാധിക്കുമെന്ന് അറിയില്ല. അപ്പൊ കഴിവുകൾ വേണ്ടത്ര പുറത്തേക്ക് വരും. കാരണം എത്രയാണോ വിശ്വാസമുള്ളത്, എത്രയാണോ പവർ ഉള്ളത്, വിശ്വാസം സാധിക്കും എന്നുള്ളത്, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസം നമ്മൾ കൊടുക്കുന്നത്, കണ്ടിട്ടോ അനുഭവിച്ചിട്ടോ
കൊടുക്കുന്ന വിശ്വാസമല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട, എനിക്കിത് ചെയ്യണം, എനിക്കിത് നേടിയെടുക്കണം, എനിക്കിത് ചെയ്തേ പറ്റൂ, ഞാനിത് ചെയ്യും, എത്ര പ്രയാസമേറിയാലും അതിനുവേണ്ടി എത്ര പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണ്, എത്ര വേണമെങ്കിൽ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ തയ്യാറാണ്, അതിനുവേണ്ടി ഞാൻ പഠിക്കാൻ തയ്യാറാണ്, എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നൊരു മനസ്സിൽ നിന്നാണ് അടിസ്ഥാനപരമായിട്ട് വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരും. ആ പൊട്ടൻഷ്യൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ, കഴിവുകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ റിസൾട്ടിൽ നിന്ന് അധികം ആൾക്കാർ എന്ത് സംഭവിക്കാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കും. അപ്പൊ അതിനനുസരിച്ച് കഴിവുകൾ പുറത്തേക്ക് വരില്ല. കഴിവുകൾ പുറത്തേക്ക് വരാതാവുമ്പോൾ അവരുടെ ആക്ഷനും വളരെ പൂറായി മാറും, ഇഫക്റ്റീവ് ആവില്ല, റിസൾട്ട് ഓറിയന്റഡ്. അപ്പൊ റിസൾട്ടും വളരെ കുറയും. റിസൾട്ട് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ വിശ്വാസം കൂടുതൽ താഴേക്ക് പോകും. യെസ് ഓർ നോ? യെസ് ഓർ നോ? ചില ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, വിശ്വാസം ഉണ്ടാകും, ആക്ഷൻ എടുക്കും, നല്ല വിശ്വാസം ശ്രമിച്ച് വിശ്വാസം തുടങ്ങും, ആക്ഷൻ എടുക്കും, റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിൽ എന്ത് ചെയ്യും, ഒന്ന് കംഫർട്ടബിൾ ആകും, കുറച്ച് റിസൾട്ട് ലഭിക്കും, അപ്പോഴേക്കും ഒന്ന് കംഫർട്ടബിൾ ആകും, അപ്പോഴേക്കും ശ്രദ്ധ മാറും. ഇവരൊരു റിയാക്റ്റീവ് മോഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്, പ്രോ ആക്റ്റീവിലല്ല. മുൻകൂട്ടി കാര്യങ്ങൾ, അപ്പൊ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഇവരെന്ത് ചെയ്യുള്ളൂ, ഈ വിശ്വാസം കൂടെ പിടിക്കുള്ളൂ. പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്ന ആൾക്കാരാണ് ഇവര്. അല്ലെങ്കിൽ പോവില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കില്ല, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇറങ്ങി എണീറ്റിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. മുൻകൂട്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഒരു ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി, ഉദ്ദേശത്തോടു കൂടി പോകുന്നില്ല. അത്തരത്തിലൊരു ഇന്റൻഷൻ ഇല്ല. അപ്പൊ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതിസന്ധികൾ ഒന്ന് നീങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വീണ്ടും പഴയ ട്രാക്കിലായി. അപ്പൊ അവരുടെ വിശ്വാസം പിന്നെ നഷ്ടപ്പെടും, കാരണം അവർക്ക് റിസൾട്ട് കുറയും. ക്ലിയർ ആണോ? ആ റിസൾട്ട് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് വിശ്വാസം കുറയും. വിശ്വാസം കുറയുമ്പോൾ അവർ വീണ്ടും പഴയ ട്രാക്കിലേക്ക് പോകും. അവരുടെ കഴിവുകൾ പുറത്തെടുക്കുന്നത് വളരെ കുറഞ്ഞു പോകും. കഴിവുകൾ പുറത്തെടുക്കുന്നത് കുറഞ്ഞു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ആക്ഷൻ ഇഫക്റ്റീവ് ആവില്ല. ആക്ഷൻ ഇഫക്റ്റീവ് ആകാതിരിക്കുമ്പോൾ അവർ വീണ്ടും റിസൾട്ടിൽ എന്ത് ചെയ്യും, മോശമായി പോകും. then it goes back to the old track, പഴയതിലേക്ക് പോകും. അങ്ങനെ ഇവർക്ക് വിശ്വാസം നഷ്ടപ്പെടും. ഇവർക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആണ്, എന്നെ കൊണ്ട് നടക്കില്ല, സാധ്യമാവില്ല. ഇതിന് കാരണം അവര് പ്രോ ആക്റ്റീവ് അല്ല, റിയാക്റ്റീവ് ആണ്. അവർക്ക് അവരായിട്ട് അത്യാവശ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഗോളുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. സാഹചര്യങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് അവരുടെ ഗോളിന് ക്രിയേറ്റ് ചെയ്യുന്നത്. ആഗ്രഹങ്ങൾ വേണം. മനസ്സിലാവുന്നുണ്ടോ എന്താ നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളത്? മനസ്സിലാവുന്നുണ്ടോ? അതായത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഉണരുകയല്ല വേണ്ടത്. പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എനിക്ക് മാറണം എന്ന് ചിന്തിക്കുകയല്ല വേണ്ടത്. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടല്ല, നല്ല സ്ട്രോങ് ആയിട്ട് എനിക്ക് മാറണം, എന്റെ ലൈഫിലേക്ക് ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരണം എന്ന ആഗ്രഹം ആദ്യം കൊടുത്ത് അതിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കണം. ക്ലിയർ ആണോ? ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സെഷനോട് അവസാനിക്കുകയാണ്. നാളെ മറ്റൊരു സെഷനായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഓക്കെ, നമ്മുടെ മോർണിംഗ്, നമ്മുടെ മീറ്റപ്പുകളിലൊക്കെ പങ്കെടുത്തുള്ള, കൊച്ചി കാലിക്കറ്റ് മീറ്റപ്പിൽ പങ്കെടുത്തുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും, അതേപോലെ തന്നെ നമ്മുടെ കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും, നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ മൈൻഡ് പവർ കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ഒക്കെ നമ്മുടെ ഇന്ന് തെറാപ്പി സെഷൻ ഉണ്ട്, ഹീലിംഗ് ഉണ്ട്. കം ടു ദ പ്രോഗ്രാം. ഹീലിംഗിലേക്ക് വരിക, നമ്മൾ തെറാപ്പി ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ താങ്ക് യു സോ മച്ച്. സോ ബിലീവ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ലേ? നമ്മുടെ ലൈഫ് തിരിച്ചു പിടിക്കാൻ സാധിക്കില്ലേ? യെസ്, കമന്റ് യെസ്. യെസ്, പോസിബിൾ ആണ്, പോസിബിൾ ആക്കി എടുത്തേ പറ്റും. സോ ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു സോ മച്ച്.